എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പച്ചക്കറി വേസ്റ്റും മറ്റ് നമ്മുടെ വീട്ടിലുള്ള മറ്റ് സാധനങ്ങൾ, ഇപ്പോൾ സോഡാപ്പൊടിയായാലും പഴത്തോലായാലും അല്ലെങ്കിൽ മറ്റ് കടലമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മളത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതൊരിക്കലും നമ്മൾ ഈ 5 ദിവസം 3 ദിവസമൊക്കെ പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ അതിനകത്ത് പുഴു വരാൻ പാടില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത്. മുമ്പ് വീഡിയോയിൽ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിലും പക്ഷേ ഇത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ വീഡിയോ കൂടി അത് ഷെയർ ചെയ്യുക. നമ്മൾ ഏത് ചെടിക്കായാലും പച്ചക്കറിക്കായാലും ചെടികൾക്കായാലും ഒക്കെ നമ്മൾ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമ്മൾ ഇത് പുളിപ്പിക്കാനായിട്ട് വയ്ക്കുമ്പോൾ കണ്ടിന്യൂ എല്ലാ ദിവസവും അടച്ചു വയ്ക്കരുത്. ഓരോ ദിവസവും നമ്മളത് തുറന്നിട്ട് നല്ലതുപോലെ ഒരു തടി കഷ്ണം വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ദിവസവും ഇപ്പോൾ 3 ദിവസത്തേക്ക് വെച്ചാലും 5 ദിവസത്തേക്ക് വെച്ചാലും നല്ലതുപോലെ തടി കഷ്ണം വെച്ച് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൽ പുഴുക്കളൊന്നും വരത്തില്ല.